In the last video, we have discussed some theorems in probability. So next one is theorem number 6. So this is very important theorem, that is addition theorem of two events. Okay, so if A and B are any two events, then probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. So we can go to the proof of this theorem, that is addition theorem. So ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഒരു സെറ്റ് വെച്ചിട്ട് ചെയ്യാവുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വെച്ചിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതിൽ വെൻ ഡയഗ്രാം നോക്കുക. എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് സെറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഡിസ്ജോയിൻ്റ് എന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഡയഗ്രാം നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സെറ്റ് എ ആൻഡ് ബി ഉണ്ട്. സോ ഫ്രം ദിസ് വെൻ ഡയഗ്രാം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം പോർഷനും വരും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ യൂണിയൻ, അപ്പോൾ ഈ ഒരു പോർഷൻ ഇൻക്ലൂഡഡ് ആയി. പിന്നെ വരുന്നത് ഈ ഒരു പോർഷനാണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പം ഈ ഒരു പോർഷനും പിന്നെ ഈ പോർഷൻ. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിയും ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. അതായത് പിന്നെ ഈ എ ഇൻക്ലൂഡ് ആവാൻ പറ്റൂല. എ നമ്മൾ ആദ്യം എഴുതി, എ യൂണിയൻ, പിന്നെ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ്. എയിൽ ഇല്ലാത്തതും ബിയിലുള്ളതും. ഓക്കെ, അതാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ പ്രോബബിലിറ്റി എടുത്തു, രണ്ട് സൈഡിലും പ്രോബബിലിറ്റി എടുത്തു. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു എ എന്ന് പറഞ്ഞ സെറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, ഈ കാണുന്ന ഈ ഒരു പോർഷനും രണ്ടും ഡിസ്ജോയിൻ്റ് ആണ് അല്ലേ. ഇതിൽ അതായത് എയിലും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയിലും കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റാണ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ നമുക്ക് ഈ യൂണിയനെ എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ ഒരു ആക്സിയമായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റിസൾട്ട്. ഓക്കെ, ഇനി ബീനെ, അതുപോലെ ബീനെ എങ്ങനെ എഴുതാൻ പറ്റും? ബീനെ ഈ ഒരു ഇൻ്റർസെക്ഷൻ പോർഷനും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും അല്ലേ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു പോർഷനും അത് യൂണിയൻ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ്, കോമൺ അല്ല. എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ പ്രോബബിലിറ്റി എടുത്തു. പ്രോബബിലിറ്റി എടുത്തപ്പം എഗെയിൻ ഈ ഇൻ്റർസെക്ഷൻ സെറ്റും അതുപോലെ ഈ ഒരു സെറ്റും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. സോ അതിനെയും നമുക്കിങ്ങനെ ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി ഇതിന് ഈ സൈഡ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് ഇതിനെ ഈ സൈഡിലോട്ട് എടുത്തു, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ. ഓക്കെ, അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എന്തായി? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബി, ഇക്വേഷൻ നമ്പർ 1 വരുന്ന പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബി ആണ് ഇത്. പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ അതാണ് നമ്മുടെ അഡീഷൻ തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡീഷൻ തിയറം റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് റിസൾട്ട്സ് ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി 5 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. അതായത് എ ഇൻ്റർസെക്ഷൻ
ബി ഫൈ ആണ്, നൾ സെറ്റാണ്. അതായത് എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ആ ഇൻ്റർസെക്ഷൻ പാർട്ട് ഇല്ല, അപ്പോൾ അതിനെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. ഇനി നമുക്ക് സെക്കൻഡ് റിസൾട്ട് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അത് എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഇപ്പോൾ എ യൂണിയൻ ബി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് മാത്രം എടുക്കാം. എയിലുള്ളതും എയിലില്ലാത്തതും, അതായത് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടിയാൽ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റാണ് അല്ലേ? അപ്പം നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതായത് ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? അതുപോലെ യൂണിയൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാൻ പറ്റും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതൊക്കെ നിങ്ങൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ള ഓരോ റിസൾട്ട്സാണ്. നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ സെറ്റ് തിയറി പഠിച്ച ടൈമിൽ ഈ കുറേ റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു എന്ത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഈ രണ്ട് റിസൾട്ട് ഒന്ന് സൈഡിൽ നോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പം യൂസ്ഫുള്ളാണ്. ഓക്കെ, സോ ദീസ് ആർ ദി 2 റിസൾട്ട്സ് based on the addition theorem. Next one is theorem number 7. This is also addition theorem തന്നെയാണ്, but for 3 events. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എ ആൻഡ് ബി 2 ഇവൻസിൻ്റെ കേസാണ്. സോ ഇവിടെ 3 ഇവൻസ് വരുമ്പം addition theorem എന്താണ്? ഓക്കെ, സോ ഇഫ് എ ബി and C are any 3 events, then probability of A union B is equal to probability of A plus probability of B plus probability of C minus probability of A intersection B minus probability of B intersection C minus probability of A intersection C plus probability of A intersection B intersection C. സോ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. സോ നമ്മളിവിടെ എ ബി സി എന്ന് പറഞ്ഞ 3 സെറ്റ്സ് ഉണ്ട്. അപ്പം എ എന്ന് പറഞ്ഞ സെറ്റിനെ അങ്ങനെ തന്നെ വെച്ചു. ഇനി ബി യൂണിയൻ സീനെ ഒറ്റ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. ബി യൂണിയൻ സീനെ ഒരു സെറ്റായിട്ട്, അതായത് ഡി എന്ന് പറഞ്ഞ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ഡി. ബി യൂണിയൻ സി ഡി അല്ലേ എടുത്തിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ് നമ്മൾ തിയറം 6 ഡിസ്കസ് ചെയ്തു. സോ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി. എ യൂണിയൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ എഴുതിയിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡി ആയിരുന്നു. അപ്പോൾ ഡീനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി നമ്മൾ ബി യൂണിയൻ സി ആണ് എടുത്തത്, അപ്പോൾ അതിനെ ഇവിടെ എഴുതി. മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡി ആയിരുന്നു അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി എന്താണ്? ബി യൂണിയൻ സി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ സെയിം തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സി, ഇത് എഗെയിൻ 2 സെറ്റ്സിൻ്റെ അഡീഷൻ തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ബി യൂണിയൻ സി. ഇപ്പോൾ ബി യൂണിയൻ സീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വേറെ എന്താ ഉള്ളത്? മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഇൻ്റർസെക്ഷൻ ആണ് ഔട്ട്സൈഡ് ഉള്ളത്, അപ്പോൾ ഉള്ളിലുള്ളതിനോട് നമ്മൾ ഇൻ്റർസെക്ഷൻ ആണ് ചെയ്യുക അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ അല്ലേ? യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് സി ഉണ്ട്, ദെൻ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഉണ്ട്. ഇനി ഇതിലാണ് നമുക്ക് ചേഞ്ച് വരുത്താനുള്ളത്. ഇത് എഗെയിൻ ഇതിനെ ഒരു സെറ്റായിട്ടും ഇതിനെ വേറൊരു സെറ്റായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
എ യൂണിയൻ ബി എന്നുള്ള ഫോമിലാണ്, രണ്ട് സെറ്റിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇതിന് എഗെയിൻ നമ്മൾ അഡീഷൻ തിയറം അപ്ലൈ ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇതിനെ എയും ബിയും ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ ജസ്റ്റ് അഡീഷൻ തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലൊന്നും ചെയ്യുന്നില്ല. ഇവിടെ മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ടേംസ് എല്ലാം ബ്രാക്കറ്റ്സിലാണ്. അപ്പോൾ അതിനെ പുറത്തോട്ട് എടുത്ത് എഴുതുന്നു എന്നേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇനി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും അല്ലേ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. സോ ഇതാണ് നമ്മുടെ 3 ഇവൻസിൻ്റെ അഡീഷൻ തിയറം. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. സോ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു അഡീഷൻ തിയറം ഓഫ് 3 ഇവൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഴുതാവുന്ന 2 റിസൾട്ട്സ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ 2 ഇവൻസിൻ്റെ കേസിൽ എഴുതിയ സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് തന്നെയാണ്. എ ബി ആൻഡ് സി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി. അതുപോലെ സെക്കൻഡ് റിസൾട്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സീനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ്. സോ അതിനെ എങ്ങനെയും കൂടി എഴുതാം, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റിനെ അത് ഡിഫൈൻഡ് റിസൾട്ടാണ് കേട്ടോ. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്നുള്ളത് ഡിഫൈൻഡ് റിസൾട്ടാണ് സെറ്റ് തിയറിയിൽ വരുന്ന. ഇനി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, അതെങ്ങനെ വന്നു എന്നുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എ യൂണിയൻ ബി യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റിനെ വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. അതുപോലെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റിനെയും വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് രണ്ടും സെയിം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. Next theorem, that is theorem number 8, that is Boole's inequality. For n events a1, a2, a3, etc. an, we have probability of intersection of ai's is greater than or equal to summation probability of ai minus n minus 1. And second one, probability of union of ai is less than or equal to summation probability of ai. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. നമുക്ക് പ്രൂഫിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മളെ കയ്യിൽ അഡീഷൻ തിയറം ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ a1 യൂണിയൻ a2, അതായത് എ ഐസ് എന്നല്ല ഇവിടെ എടുക്കുന്നത്. നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ ആദ്യം ചെയ്യാണ്. a1 യൂണിയൻ a2 എന്ന് പറയുന്നത് നമ്മൾ അഡീഷൻ തിയറം വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് a1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് a2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പം ഏതൊരു പ്രോബബിലിറ്റിയും 0ൻ്റെയും 1ൻ്റെയും ബിറ്റ്വീനേ ലൈ ചെയ്യുള്ളൂ അല്ലേ. ഏതൊരു സെറ്റ് എൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. ഓക്കെ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് മാത്രം എടുത്തു. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് a1 യൂണിയൻ a2 എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് a1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് a2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് a1 ഇൻ്റർസെക്ഷൻ a2 എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് a1 പ്ലസ് a2നെ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. അതുപോലെ 1നെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ -1 എന്നാവും. ഓക്കെ, ഇതിനെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പം പ്ലസ് പോസിറ്റീവ് പ്രോബബിലിറ്റി ഓഫ് a1 ഇൻ്റർസെക്ഷൻ a2 എന്നാണ് വരിക. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ്, അതായത് ഇതാണ് ഗ്രേറ്റർ അല്ലേ, ദിസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ അതിനെ ജസ്റ്റ് മാറ്റി എഴുതിയെന്നുള്ളൂ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇതുപോലെ now suppose that 1 is true for n equal to m. n equal to 2ൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് a1 a2 അതാണ് n എന്ന് പറയുന്നത്, അതായത് രണ്ട് സെറ്റ്. അതുപോലെ n equal to m ആവുമ്പോഴും ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെ ആവുമ്പം പ്രോബബിലിറ്റി ഓഫ് ഇവിടെ a1 ഇൻ്റർസെക്ഷൻ a2 അല്ലേ,
അപ്പോൾ ഇൻ്റർസെക്ഷൻ ഏത് വരെ എം വരെ I ഈക്വൽ ടു 1 to m AI എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മേഷൻ ഇവിടെ സമ്മേഷൻ അല്ലേ സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് AI മൈനസ് ഇവിടെ രണ്ടെണ്ണം എടുത്തപ്പോൾ നമ്മൾ -1 ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് സോ ഇവിടെ m സെറ്റ് എടുക്കുമ്പം ഇവിടെ m-1നെയാണ് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ ഇവിടെ 2-1നെയാണ് സബ്സ്ട്രാക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ m-1 ഓക്കെ രണ്ടെണ്ണത്തിന് ട്രൂ ആയതുകൊണ്ട് നമ്മൾ m കേസിലും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ m+1 സെറ്റിനെ കൺസിഡർ ചെയ്യാണ് നെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് AI എത്ര സെറ്റ്സിൻ്റെ m+1 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ m വരെയുള്ള സെറ്റിൻ്റെ സെപ്പറേറ്റ് ആക്കി എഴുതിയെന്നുള്ളൂ m വരെയുള്ള സെറ്റ് ഇൻ്റർസെക്ഷൻ m+1th സെറ്റ് ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് കണ്ട് കൺഫ്യൂഷൻ ആവരുത് I ഈക്വൽ ടു 1 to m+1 എന്ന് പറഞ്ഞാൽ m വരെയുണ്ട് m+1th സെറ്റും ഉണ്ട് അപ്പോൾ അതിനെങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതിയെന്നുള്ളൂ m വരെയുള്ള സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ m+1th സെറ്റ് ഓക്കെ സോ അതെന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്മൾ 2 കേസിൻ്റെ m കേസിൻ്റെയൊക്കെ നമ്മൾ എഴുതി അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു m+1 കേസിൻ്റെതും എഴുതുകയാണ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് m സെറ്റ് പ്ലസ് ഈ ഒരു സെറ്റ് -1 ഓക്കെ -1 നമ്മൾ A ഇൻ്റർസെക്ഷൻ B എന്നുള്ളതിൻ്റെ A1 ഇൻ്റർസെക്ഷൻ A2 എന്നുള്ളവിടുത്ത് ഈ ഒരു സെറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് ഓക്കെ അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 -1 ആ ഒരു ഫോമിൽ നമ്മൾ എഴുതി ഓക്കെ ഇനി ഇവിടെ നോക്കുക ഇതെന്ന് പറഞ്ഞാൽ m സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് സോ m സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് AI മൈനസ് m-1 ആണ് അല്ലേ m സെറ്റിൻ്റെ സമ്മേഷൻ m സെറ്റിൻ്റെ പ്രോബബിലിറ്റീൻ്റെ സമ്മേഷൻ മൈനസ് m സെറ്റ് കൺസിഡർ ചെയ്യുമ്പം m-1നെ സബ്സ്ട്രാക്ട് ചെയ്യണം പ്ലസ് ഏതും കൂടെ വരുന്നുണ്ട് m+1th സെറ്റിൻ്റെ പ്രോബബിലിറ്റി -1 ഓക്കെ സോ നമ്മൾ ഫൈൻഡ് ചെയ്തത് പ്രോബബിലിറ്റി സോ ഇവിടെ മൈനസ് ഓഫ് -1 വരുന്നുണ്ട് ഇവിടെ ഒരു -1 മൈനസ് ഓഫ് -1 +1 ആണ് ഇവിടെ -1 അത് രണ്ടും ക്യാൻസലായി പോവും +1ഉം -1ഉം ക്യാൻസലായി പോവും അപ്പോൾ ബാക്കി വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ -m മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് AIയും പ്ലസ് പ്രോബബിലിറ്റി ഓഫ് AM+1 ഉണ്ട് m+1th സെറ്റ് ഓക്കെ അപ്പോൾ അതിനെ ഒരുമിച്ച് സമ്മേഷൻ ആക്കിയിട്ട് എഴുതി I ഈക്വൽ ടു 1 to m+1 പ്രോബബിലിറ്റി ഓഫ് AI മൈനസ് m ഓക്കെ അപ്പം m+1 സെറ്റിനും നമ്മളിവിടെ ഫൈൻഡ് ചെയ്തു ആദ്യം 2 സെറ്റ്സിൻ്റെ ഫൈൻഡ് ചെയ്തു 2 സെറ്റ്സിൻ്റെതാവുമ്പം -1 ആണ് ചെയ്തത് എന്നിട്ട് നമ്മൾ m സെറ്റിൻ്റെത് അസ്യൂം ചെയ്തു m സെറ്റിൻ്റെത് അസ്യൂം ചെയ്യുമ്പം m-1നെയാണ് മൈനസ് ചെയ്തത് m-1ന് ട്രൂ ആണെങ്കിൽ m സെറ്റിന് ട്രൂ ആണെങ്കിൽ m+1 സെറ്റിനും ട്രൂ ആവും എന്നുള്ളത് പ്രൂവ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൂഫ് പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഒന്നുകൂടി പറയാം m+1 സെറ്റിന് m വരെയുള്ള സെറ്റ് ഇൻ്റർസെക്ഷൻ m+1th സെറ്റിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി എന്നിട്ട് ഇതിനെ A1 ഇൻ്റർസെക്ഷൻ A2 എന്നുള്ള പോലെ എടുക്കുമ്പം A1 പ്ലസ് A2 പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 -1 എന്ന് എഴുതി ഇനി ഇതിനെ മാത്രം നോക്കുക ഇത് m സെറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് അപ്പോൾ അതിനെ എഗെയിൻ എന്താക്കി എടുത്തു ഇത് m സെറ്റിൻ്റെ പ്രോബബിലിറ്റിനെ സം ചെയ്തു അതിന്ന് എന്തിനെ മൈനസ് ചെയ്തു m സെറ്റ് അല്ലേ ഉള്ളത് m-1നെ സബ്സ്ട്രാക്ട് ചെയ്തു പിന്നെ ബാക്കി വരുന്നത് പ്രോബബിലിറ്റി ഓഫ് AM+1 -1 ആണ് അപ്പോൾ ഇവിടെ m സെറ്റിൻ്റെ സമ്മും ഉണ്ട് അതിലോട്ട് m+1 സെറ്റിനെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആഡ് ചെയ്തതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇത് m+1 സെറ്റിൻ്റെ പ്രോബബിലിറ്റീസിനെ സം ചെയ്തു പിന്നെ ഇവിടെ മൈനസ് ഓഫ് -+1 ആണ് അതും ഈ -1ഉം ക്യാൻസലായി പോവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൂൾസ് ഇനീക്വാലിറ്റിയിലെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു So we have proved the first result in Boole's inequality, that is probability of intersection of n sets is greater than or equal to sum of probability of n set minus n-1. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യണം സോ നമ്മുടെ ഈ ഒരു എ സെറ്റ്സിൻ്റെത് പ്രൂവ് ചെയ്ത പോലെ ഇവിടെ
അതിൻ്റെ കോംപ്ലിമെൻറ്റ് സെറ്റ്സ് ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്ലൈയിങ് ബോൾസ് ഇൻഇക്വാളിറ്റി ടു ദ ഇവൻറ്റ്സ് A1 കോംപ്ലിമെൻറ്റ്, A2 കോംപ്ലിമെൻറ്റ്, എക്സെട്ര AN കോംപ്ലിമെൻറ്റ്. അങ്ങനെ കോംപ്ലിമെൻറ്റ്സിൻ്റെത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോംപ്ലിമെൻറ്റ്സിൻ്റെ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് n സെറ്റ്സ് മൈനസ് n-1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമ്മളിവിടെ കൊടുക്കുക ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ ഈ സമ്മേഷൻ എഴുതുകയാണ്, പ്രോബബിലിറ്റി ഓഫ് A1 കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 കോംപ്ലിമെൻറ്റ് എത്ര വരെയുണ്ട്, nth സെറ്റ് വരെയാണ്. സോ AN കോംപ്ലിമെൻറ്റ് മൈനസ് n-1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രോബബിലിറ്റി ഓഫ് A1 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A1 ആണ്. A2 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് AN മൈനസ് n-1. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പ്ലസ് എത്ര പ്രാവശ്യം 1നെ ആഡ് ചെയ്യുന്നുണ്ട്, n ടൈംസിന് 1നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, n ആണ് കിട്ടുക. ഓക്കെ, അപ്പം അതിൽ കൺഫ്യൂഷനൊന്നും വരില്ലല്ലോ. 1 2 3 4 100 ടൈംസ് 1നെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100 അല്ലേ കിട്ടുക. സോ ദാറ്റ് ഇസ് n. ഇനി മൈനസ് ഈ പ്രോബബിലിറ്റി ഓഫ് A1, പ്രോബബിലിറ്റി ഓഫ് A2 എക്സെട്ര പ്രോബബിലിറ്റി ഓഫ് ANൻ്റെ സൈന് മൈനസ് ആണ്. അതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു, എന്നിട്ട് ബാക്കി അതിനെ ബ്രാക്കറ്റ്സിൽ എഴുതി, പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് AN. പിന്നെ ബാക്കി വരുന്നത് മൈനസ് ഓഫ് n-1. സോ ഇവിടെ പോസിറ്റീവ് n ഉണ്ട്, ഇവിടെ നെഗറ്റീവ് n ഉണ്ട്. സോ അത് രണ്ടും ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് 1 മൈനസ് ഈ ഒരു സെറ്റ്, 1 പ്ലസ് 1 അല്ല. അപ്പോൾ 1 മൈനസ്, ഇവിടെ മൈനസ് സൈനാണ്, പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് AN. സോ അതാണ് നമ്മളിവിടെ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. സോ ഇനി ഈ മൈനസ് സൈനുള്ള ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ പ്ലസ് ആവും, പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് AN. ഇതിനെ ഇനി RHSലോട്ട് കൊണ്ടുവന്നു, 1 മൈനസ് ഇത് പ്രോബബിലിറ്റി ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ്, ഇവിടെ കോംപ്ലിമെൻറ്റ് ഉണ്ട്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ്, A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ AN കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എക്സെട്ര AN കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കേസ് നേരത്തെ പറഞ്ഞു, അപ്പോൾ അതുപോലെ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ റിസൾട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN ആണ് അല്ലേ. 1 മൈനസ് P ഓഫ് A എന്ന് പറഞ്ഞാൽ P ഓഫ് A കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ P ഓഫ് A അല്ലേ. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ വി ഗോട്ട് അല്ലേ, എന്താണ്, പ്രോബബിലിറ്റി ഓഫ് AIസിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, സമ്മേഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് n സെറ്റ്സ്. ഓക്കെ, so hence we have proved the second result of Boole's inequality. Okay, so ഈ inequality പ്രൂവ് ചെയ്യാനാണ് ഒരു തിയറം നമ്മൾ സ്കിപ്പായി പോയിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് തിയറം നമ്പർ 4. ഈ സെയിം റിസൾട്ട് തന്നെയാണ്. ഐ വിൽ ഷോ യു. ഓക്കെ, സോ ദിസ് ഇസ് ദ റിസൾട്ട്, തിയറം നമ്പർ 4 എന്ന് പറയുന്നത്, that is probability of union of AI is less than or equal to അതിൻ്റെ സമ്മേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ബൂൾസ് ഇനീക്വാളിറ്റിയിൽ. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ ഒരു പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവും. സോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദോസ് ആർ ദി തിയറംസ് ഓഫ് പ്രോബബിലിറ്റി.